ആയിട്ട് പ്രോൺ മലായി കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലപോലെ ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം കാലപ്പനിൽ വന്നിട്ടുണ്ട്. നമുക്കിത് മറക്കുക. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് വേറെ മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം. ഒരു കറുവപ്പട്ട, 4 ഗ്രാമ്പൂ, 4 ഏലക്ക ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ബൗള് സവാള ഫൈൻ പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. സവാളയുടെ പേസ്റ്റില് വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കറക്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈരിൻ്റെ ഫ്ലേവർ കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാലില് 15 കാഷ്യൂനട്ട് അരച്ച് പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ഫ്രഷ് ക്രീം ഒഴിച്ചാലും കുഴപ്പമില്ല. ഞാനിതാണ് ചേർത്തിരിക്കുന്നത്. കാഷ്യൂനട്ട് ക്രീം ചേർത്ത് 1 മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
1.5 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അല്ല 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മലായിയുടെ ഗ്രേവിക്ക് ലൈറ്റ് മധുരം ഉണ്ടാകും. ഇതിലെ വെള്ളത്തിൻ്റെ അംശം കുറച്ച് വറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിതിലേക്ക് ഫസ്റ്റ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1.25 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് പാകം ചെയ്തെടുക്കണം. എന്നിട്ട് ഇളച്ച് വരുമ്പോൾ അതിലോട്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഗ്രേവിയിൽ ഉപ്പെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചൊരു 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. കറക്റ്റ് കുക്കായിട്ടുണ്ട്. ചെമ്മീനെല്ലാം കറക്റ്റ് വെന്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ അല്ലേ ചെയ്തെടുത്തിരുന്നത്. അപ്പോൾ കറക്റ്റ് വെന്തിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ ഗ്രേവി കിടന്നത് 6-7 മിനിറ്റ് കുക്കായി കഴിഞ്ഞെങ്കിൽ ചെമ്മീൻ കറക്റ്റ് വെന്തിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്തതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഓയിൽ മാറ്റി വെച്ചിരുന്നു. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ്റെ ഫ്ലേവർ കിട്ടാനാണ് അതിന് ചെയ്യുന്നത്. ഗ്രേവിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും. കറക്റ്റ് പാകമായിട്ട് ഗ്രേവി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പ്രോൺ മലായി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്.